സോറി ഗിർ. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ക്ഷമ. അത് നിങ്ങൾക്ക് കുറവാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട പടമാണ് ഗിർ. ഇടയ്ക്ക് കുറുക്കും വലിക്കാതെ നോക്കണം. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഥ, ആൾക്കാരെ പിടിച്ച് ഉറക്കുന്ന കഥ. എന്നാണ് അവർ പറയാമെന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഉണ്ട്, അതൊരു കഥയാക്കാൻ വേണ്ടി പെടുന്ന പെടാപ്പാടുകൾ. ഒന്നിനുമല്ലാത്ത കുറെ കഥാപാത്രങ്ങളെ വാരി വിതറിയിരിക്കുന്നു. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ: ഒന്ന്, നല്ല കാച്ചിങ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ. രണ്ടാമത്തെ കാര്യം, ആ ഒരു മൃഗങ്ങളോട് ഏറ്റവും നീതി പുലർത്തിയിട്ടുണ്ട്. ഒരു മൃഗങ്ങളെ പോലും ഉപദ്രവിച്ചിട്ടില്ല. എല്ലാം വേഷമിട്ട് നിൽക്കുന്നത് പോലെ ആനിമേഷനോ ഗ്രാഫിക്സോ കണ്ടാൽ തിരിച്ചറിയത്തില്ലാത്തതുപോലത്തെ ഒറിജിനാലിറ്റിയുള്ള ഓരോരോ രൂപങ്ങൾ മിന്നി മറഞ്ഞു പോകുന്നു. മൂന്നാമത്തെ കാര്യം, അവസാനം ക്ലൈമാക്സിന് വേണ്ടി ചിട്ടപ്പെടുത്തിയ നീ സൂപ്പറാ എന്ന് പറയുന്ന ഒരു പാട്ട്. അവർ തന്നെ പറയുന്നത് സൂപ്പറാ, കൊള്ളാം. ഈ പടം കൊണ്ടുള്ള പ്രധാന നേട്ടം എന്താണെന്ന് അറിയാം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള മോഹം തീർന്നു. എൻ്റെ സീനിയറായിട്ട് അഭിനയം പഠിച്ചത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഫീൽഡിൽ നിൽക്കുന്ന കുറേ പേര് ഈ സിനിമയിൽ മിന്നി മറഞ്ഞു പോകുന്നുണ്ട്. എന്തിനൊന്നറിയത്തില്ലാതെ വന്നു പോകുന്ന കുറേ കഥാപാത്രങ്ങൾ. ഒരു സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെയും കഥാപാത്രങ്ങളുടെയും ഒക്കെ ഒരു എഫേർട്ടാണ്. എന്നെ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതാണ്. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് കിടന്ന് ഉറക്കം വരത്തില്ല. ഇപ്പോൾ ഫസ്റ്റ് ഷോയ്ക്ക് പോയി കണ്ടിട്ട് വന്നിട്ടുള്ള എൻ്റെ അവസ്ഥ പൊന്നടാവേ. 1974 ഇറങ്ങിയ അരക്കളൻ മുക്കാക്കളൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിലൊരു കടുവയായിട്ടുള്ള സംഘടനമുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് 2024 ഈ സിനിമ. അപ്പോഴത്തെ ടെക്നോളജിയൊക്കെ എത്ര നല്ലതാണെന്ന് ഞാനിപ്പോൾ ആലോചിച്ചു കാണും. മദ്യപാനത്തെ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി പ്രോത്സാഹിപ്പിക്കുവാണോ വിമർശിക്കുവാണോ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. പോലീസുകാരെ കൊണ്ടുവന്ന ഒരു വെടിക്കാരന് മദ്യപിക്കാതെ പറ്റിയില്ല. പോലീസ് വണ്ടിയിൽ ബീവറേജിൽ പോയി മദ്യം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു. അത് ഒഴിക്കാൻ നോക്കുമ്പോൾ വെള്ളമില്ല. ഫയർഫോഴ്സിന്റെ കുപ്പയിൽ നിന്ന് മാത്രമല്ല, ഫയർഫോഴ്സ് ഒഴിക്കാൻ പോകുന്ന വെള്ളത്തിൽ നിന്ന് ജഗ് നിറച്ച് ആ വെള്ളം ഒഴിച്ച് കുടിക്കുന്നു. കോമഡിയാണ് ഉദ്ദേശിച്ചത്. നഴ്സറി ക്ലാസ് മുതൽ 5ാം ക്ലാസ് വേണ്ട 3ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ടെങ്കിൽ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സിംഹത്തിന്റെ കഥയാണ് ഗിർ. പേരിനോട് ഇത്രയും നീതി പുലർത്തിയ ഒരു സിനിമ ഞാൻ ഇടയിൽ കണ്ടിട്ടില്ല. ഗിർ എന്നിട്ടുണ്ടെങ്കിലും ഖുർ ഖുർ ചുറ്റുമുള്ള ഒരു കുറുക്കം വലിക്കുന്ന ശബ്ദം കേട്ട് മടുത്തൊരു പടം. എന്തുവാണേ. പല സിനിമയിലും എഴുതി കാണിക്കുന്നുണ്ട് ഈ പടത്തിന് വേണ്ടി മൃഗങ്ങളെ ഉപദ്രവിച്ചിട്ടില്ലെന്ന്. പൊന്നടാവ്, ഇത് കാണുന്ന മനുഷ്യരെ ഉപദ്രവിക്കുന്ന പോട്ടെ, ആ സിംഹത്തോട് ചെയ്തിട്ടുള്ള ഉപദ്രവം എന്ന് പറഞ്ഞാൽ കാർട്ടൂൺ പോലും സഹിക്കില്ലാത്ത കൂട്ടൊരു സിംഹം. ഇടയ്ക്ക് ചുമ്മാ ഓടി വന്ന് മാന്താൻ വരും, പിന്നെ പോയി അവിടെ ഉറങ്ങാനിരിക്കും. വെടിവെക്കാൻ വരുമ്പം ഏറ്റുവരും, പിന്നെ പോയി കിടന്നുറങ്ങും. എങ്ങനെ ഈ സമയം തയ്ക്കാൻ വേണ്ടി പാടുപെടുന്നത്. ഒരു സിനിമ വിജയിക്കുന്നത് നായകനും അതിലെ പ്രധാന കഥാപാത്രങ്ങളുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാകുമ്പോഴാണ്. ഇതിൽ 2 കഥാപാത്രങ്ങൾ സിംഹക്കൂട്ടിലേക്ക് പെടുന്നു. അവരുടെ കുറെ ബാക്ക് സ്റ്റോറികൾ കാണിക്കാൻ ശ്രമിക്കുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. എന്നല്ലാതെ കുട്ടികളുടെ പടമാണെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ അബദ്ധത്തിൽ കയറിയതാണോ എന്തോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കോമഡികൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ ചിരിച്ചായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ ചുറ്റുമുള്ളവരുടെ കുറുക്കം വലിയ ശബ്ദം ശരിക്കും കേൾക്കാറ്. കഥയിലെ കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ഒരു പ്രോഗ്രസ് ഉണ്ടല്ലോ. ആദ്യം മദ്യപിച്ച് സിംഹക്കൂട്ടിലേക്ക് വീഴുന്നു, സിംഹം ആക്രമിച്ചുകൂടെ സ്കെച്ച് കൊണ്ട് 3 പാട് വീഴുന്നു, കെട്ടുവിടുന്നു. എൻ്റെ പുനടാവ എൻ്റെ അഭിനയമാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ പോലെ ഇത്രയും വരികയില്ല. ഗിറിലെ നമ്മുടെ നായക മദ്യപിച്ച സീൻ അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, വിട്ടുകളാ. എന്തിനാ വെറുതെ ഇങ്ങനെ വെറുപ്പിക്കുന്നത്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമുണ്ട്. സ്റ്റാൻഡപ്പ് കോമഡിയുടെ ഹാസ്യത്തിന്റെ ചക്രവർത്തിയായ രമേഷ് പിഷാരടി ഹാസ്യത്തിന്റെ മർമ്മമറിഞ്ഞ് കളിച്ചിട്ടുള്ളൊരു കളിയുണ്ട്. അൺബിലീവബിൾ, അമേസിങ് അമേസിങ്. കഥയുടെ പ്രശ്നമാണോ, ആക്ടിങ്ങിന്റെ പ്രശ്നമാണോ, കാസ്റ്റിങ്ങിന്റെ പ്രശ്നമാണോ, അതോ മൊത്തത്തിൽ പ്രശ്നമാണോ? ഇതിൽ ശ്രദ്ധേയമായൊരു കഥാപാത്രമുണ്ട്, ഫയർഫോഴ്സ്. അവർ ചെന്ന് സൂവിന്റെ ഭിത്തി പൊളിക്കുന്നു, ഗേറ്റ് പൊളിക്കുന്നു, എന്നിട്ട് അകത്ത് കയറിയിട്ട് ഒരു തവണ വെള്ളം ചീറ്റിക്കുന്നു. സിംഹം പോകുന്നു. പിന്നെ സിംഹം വരുമ്പോൾ ഇവർക്ക് റോളൊന്നുമില്ല. പുള്ളി മൈക്കെടുത്ത് അനൗൺസ് ചെയ്യാൻ തുടങ്ങാം. ശരിക്കും ഫയർഫോഴ്സിനെ കളിയാക്കുവാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. ഒരു ഷോർട്ട് ഫിലിമിന് പറയാൻ പറ്റിയ കഥ ഒരു വലിയ സിനിമയാക്കാൻ വേണ്ടി കിടന്ന പെടാപ്പാട്. എങ്ങനെയെങ്കിലും ആ സമയം തയ്ക്കാൻ വേണ്ടി കുത്തിത്തിരിയ കുറേ സീനുകളും കഥാപാത്രങ്ങളും എല്ലാം ഇങ്ങനെ മുഴച്ച് നിൽക്കുക. തമ്മിലൊരു കണക്ഷൻ വേണ്ട മനുഷ്യ. സിനിമയെ പറ്റി പഠിക്കുമ്പോൾ ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടത് കുറേ പ്രശ്നങ്ങൾ, അതിന് കണ്ടുപിടിക്കുന്ന പരിഹാരങ്ങൾ, ശുഭം. ഇങ്ങനെ ഒരു ശുഭമാക്കാൻ വേണ്ടി പെടുന്ന പെടാപ്പാട് കാണാം. അവസാനം ഓരോന്നും കൊണ്ടൊന്ന് മുട്ടിക്കാൻ പെടുന്ന പാട്. തമ്മിൽ ബന്ധമില്ലാത്ത ഓരോരോ സാധനങ്ങൾ എടുത്തു വെച്ചപ്പോൾ ഇത് ഓർക്കണമെന്ന് മുട്ടിക്കാൻ പറ്റില്ല. അവസാനം സിംഹത്തിന് വരെ ഒരു ഇണയെ കിട്ടുന്ന സൂയിൽ നിന്ന് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലേക്ക് ശുഭം ടൈറ്റിൽ. ഈ സിനിമയിൽ തന്നെ കോൾമേരി കൊള്ളിച്ചൊരു സീനുണ്ട്.
നായകൻ സിംഹത്തെ വെല്ലുവിളിക്കുന്നു, നമ്മൾ നേരിട്ട് നേർക്ക, ഇറങ്ങി വാ. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയത് കാശും കൊടുത്ത് തിയേറ്ററിൽ കയറിയിരിക്കുന്ന പ്രേക്ഷകരോടുള്ള വെല്ലുവിളിയായിട്ടാണ്.